അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പിറ്റ് ട്യൂബ്സ് വരെയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലോമീറ്റേഴ്സിനെ പറ്റിയാണ്. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലോമീറ്റേഴ്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ലിക്വിഡ് മീറ്റേഴ്സും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്യാസ് മീറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ലിക്വിഡ് മീറ്റേഴ്സിനെ പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു 2-3 മീറ്റേഴ്സ് ഗ്യാസിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഇതിലേതാണോ ഗ്യാസിന് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സ് സ്പ്ലിറ്റ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്സ് ഇൻറ്റു സെപ്പറേറ്റ് നോൺ വോളിയൂംസ് ദ സൈസ് ഓഫ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഡയമെൻഷൻസ് ഓഫ് ദ മീറ്റർ. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? വരുന്ന ലിക്വിഡ്സിനെ സെപ്പറേറ്റ് നോൺ വോളിയൂംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ വോളിയത്തിൻ്റെ ആ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈസ് എന്ന് പറയുന്നത് മീറ്ററിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഈ മീറ്റേഴ്സിന് പിന്നെ കൗണ്ടേഴ്സും ടോട്ടലൈസേഴ്സും ഉണ്ടായിരിക്കും. ഈ കൗണ്ടേഴ്സ് എന്ത് ചെയ്യും? എത്ര ടൈം ഈ വോളിയം ഇതുവഴി പോകുന്നു, ഈ മീറ്റർ വഴി പുറത്തേക്ക് പോകുന്നു എന്നുള്ള കൗണ്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ മീറ്റേഴ്സിന് ഒന്നിലധികം മൂവിങ് പാർട്സ് ഉണ്ടായിരിക്കും. മിനിമം ഒരു മൂവിങ് പാർട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഈ മൂവിങ് പാർട്ടിന് ഡ്രൈവ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് ഈ ഫ്ലോയിങ് സ്ട്രീമിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്ലോ മീറ്ററിൻ്റെ ബേസിക് വർക്കിംഗ്. ഇനി ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ലിക്വിഡ് മീറ്റേഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പാണ് ന്യൂട്ടേറ്റിംഗ് ഡിസ്ക്. So this type of flow meter are often applied to water service. അപ്പോൾ ഇത് മെയിനായിട്ട് വാട്ടർ സർവീസിനാണ് അപ്ലൈ ചെയ്യുന്നത്. The moving assembly which separates the fluid into volume increments consists of an assembly of radially slotted disc with an integral ball bearing and an axial pin. അപ്പോൾ ഇതിൽ മൂവിങ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബോളിലുള്ള ഒരു റേഡിയലി സ്ലോട്ടഡ് ഡിസ്ക്, ബോളോട് കൂടിയ ഒരു റേഡിയലി സ്ലോട്ടഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. ആ ഡിസ്ക്കാണ്, ആ സ്ലോട്ടഡ് ഡിസ്ക്കാണ് ഇവിടെ മൂവിങ് അസംബ്ലി. അപ്പോൾ ആസ് ദ ലിക്വിഡ് ഫ്ലോസ് ത്രൂ ദ മീറ്റർ ദ പ്രഷർ ഡ്രോപ്പ് ഫ്രം ദ ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് കാസസ് ദ ഡിസ്ക് ടു വൂബിൾ ഓർ ന്യൂട്ടേറ്റ്. അപ്പോൾ എപ്പോഴാണോ ഈ ലിക്വിഡ് ഇതുവഴി പോകുന്നത് അപ്പോൾ എപ്പോഴാണോ ഈ ലിക്വിഡ് ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുകയും അത് കാരണം ഈ ഡിസ്ക് എന്ത് ചെയ്യും? വൂബിൾ അല്ലെങ്കിൽ ന്യൂട്ടേറ്റ് ചെയ്യും. വൂബിൾ എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ വന്ന് വീഴുമ്പോൾ ആ ഒരു മോഷൻ ഇല്ലേ, ഏതാണ്ട് അതുപോലത്തെ മോഷനെയാണ് നമ്മൾ ന്യൂട്ടേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഫോർ ഈച്ച് സൈക്കിൾ ദ മീറ്റർ ഡിസ്പ്ലേസസ് എ വോളിയം ഓഫ് ലിക്വിഡ് ഈക്വൽ ടു ദ വോളിയം ഓഫ് മീറ്ററിംഗ് ചേംബർ മൈനസ് ദ വോളിയം ഓഫ് ദ ഡിസ്ക് അസംബ്ലി. അപ്പോൾ ഓരോ സൈക്കിളിലും ഈ മീറ്റർ എത്ര വോളിയം ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ദ വോളിയം ഓഫ് ദ മീറ്ററിംഗ് ചേംബർ മൈനസ് ദ വോളിയം ഓഫ് ദ ഡിസ്ക് അസംബ്ലി. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സാമിന് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു റേഡിയലി സ്ലോട്ടഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ മിഡിലായിട്ടായിരിക്കും ബോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്ടേറ്റ് ചെയ്യുന്നത്. ഇൻലെറ്റ് വാൾവും ഉണ്ട്, ഔട്ട്ലെറ്റ് വാൾവും ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഈ മീറ്റർ വഴി ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഷാഫ്റ്റ് എങ്ങോട്ട് പോകും? ഒരു കൗണ്ടറിൽ അല്ലെങ്കിൽ ഒരു ടോട്ടലൈസിങ് രജിസ്റ്ററിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ. ബാക്കി ഇതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ക്ലീൻ ലിക്വിഡ്സിലായിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലോ വിസ്കോസിറ്റിയുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സാണ് കൂടുതൽ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ന്യൂട്ടേറ്റിംഗ് ഡിസ്ക് ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ലിക്വിഡ് മീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ. എന്തായിരിക്കും? ഒരു റേഡിയലി സ്ലോട്ടഡ് ഡിസ്ക് ആയിരിക്കും ന്യൂട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈമും അത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അത് ആര് കൗണ്ട് ചെയ്യും? കൗണ്ടർ കൗണ്ട് ചെയ്യും. നെക്സ്റ്റ് ടൈപ്പാണ് റൊട്ടേറ്റിംഗ് വെയിൻ ഓർ സ്ലൈഡിംഗ് വെയിൻ ടൈപ്പ്. ഹിയർ ആൻ എക്സെൻട്രിക് ഡ്രം റൊട്ടേറ്റ്സ് ഇൻസൈഡ് ദ മീറ്റർ കേസിംഗ്. അപ്പോൾ അവിടെ ഒരു എക്സെൻട്രിക് ഡ്രം ഉണ്ട്. ആ ഒരു പൈപ്പ് ലൈൻ്റെ ഇതിലായിട്ടൊരു സർക്കിൾ പോലെ ഒരു എക്സെൻട്രിക് റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ടായിരിക്കും. ആ ഡ്രമ്മിനുള്ളിൽ തന്നെ കുറേ സ്പ്രിംഗ് ലോഡഡ് വെയിൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്
ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഈ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ വെയിൻസ് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഓരോ ചേമ്പറിലും ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അത് ഇതുവഴി പോവും, ഔട്ട്ലെറ്റ് വാൾവ് വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ത്രൂ ദ ഷാഫ്റ്റ് ഓഫ് ദ എക്സെൻട്രിക് ഡ്രം. പിന്നെ ആ ഡ്രമ്മിൽ തന്നെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ കൗണ്ടറിലേക്ക് പോവുകയും ഫ്ലോ ക്വാണ്ടിറ്റി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് റൊട്ടേറ്റിംഗ് വെയിൻ ഓർ സ്ലൈഡിംഗ് വെയിനിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വിസ്കോസിറ്റി ചേഞ്ചസിന് ഇൻസെൻസിറ്റീവ് ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്യാസ് ഫ്ലോ മെഷർമെൻറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ദ ലോബ്ഡ് ഇമ്പല്ലർ ടൈപ്പ്. അപ്പോൾ ഈ ലോബ്ഡ് ഇമ്പല്ലർ ടൈപ്പിൽ നിങ്ങൾ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ 2 ഇമ്പല്ലേഴ്സ് ഉണ്ടായിരിക്കും. 2 റോട്ടർ അല്ലെങ്കിൽ ഇമ്പല്ലേഴ്സ് വിത്ത് ലോബ്സ് ഫോർ പ്രോപ്പർ മെഷറിങ് ആൻഡ് ഫിറ്റിംഗ്. ദ റോട്ടേഴ്സ് റൊട്ടേറ്റ് ഇൻ എ ക്ലോസ് ഫിറ്റിംഗ് ചേമ്പർ. അപ്പോൾ ഈ റോട്ടർ എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ലിക്വിഡ് ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ 2 റോട്ടേഴ്സ് ഫ്രം ഇൻലെറ്റ് ആൻഡ് ഈസ് ഗൈഡഡ് ഓൺ ടു ദ ഔട്ട്ലെറ്റ് ഡ്യൂറിങ് ദെയർ റൊട്ടേഷൻ. അപ്പോൾ ഈ ഇൻലെറ്റ് വഴി ലിക്വിഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഫിക്സഡ് ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്തൂടെ വന്ന് പുറത്തേക്ക് അങ്ങ് പോകും. വിത്ത് എ റെവല്യൂഷൻ കൗണ്ടർ ഫിറ്റഡ് ടു ദ ഷാഫ്റ്റ് ഓഫ് എനി ഓഫ് ദ 2 റോട്ടേഴ്സ് ദ ഫ്ലോ ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു റോട്ടറിൽ നമ്മൾ ഷാഫ്റ്റ് കണക്ട് ചെയ്ത് കൗണ്ടറിലോട്ട് ഫിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും, ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസും ഗ്യാസ് ഫ്ലോ മെഷർമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണ്. അപ്പോൾ ഈ എല്ലാ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സിൻ്റെയും വർക്കിംഗ് ശരിക്കും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബ് ലിങ്ക് തന്നിട്ടുണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാവും. ലാസ്റ്റ് വരുന്നൊരു പിന്നെ ഈ ലോബ്ഡ് ഇമ്പല്ലർ ടൈപ്പിൻ്റെ തന്നെ ചെറിയൊരു വേരിയേഷനുണ്ട്, ഗിയർ ടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു ഇമ്പല്ലറിൻ്റെ ഷേപ്പിൽ വരുന്നൊരു ഡിഫറൻസാണ്, ഗിയർ വരും. അത് ആ വീഡിയോയിലുണ്ട്, അത് നോക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഓസിലേറ്റിംഗ് പിസ്റ്റൺ ടൈപ്പ്. The moving portion of oscillating piston meter consists of a slotted cylinder that oscillates about a dividing bridge that separates the inlet and outlet port. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത, ഒരു ഇൻലെറ്റ് പോർട്ടും ഔട്ട്ലെറ്റ് പോർട്ടും ഉണ്ടായിരിക്കും, അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു ഡിവൈഡിങ് ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. ആ ബ്രിഡ്ജിൽ എന്താ ഉണ്ടായിരിക്കും, ഒരു സ്ലോട്ടഡ് സിലിണ്ടർ ഉണ്ടായിരിക്കും. ഈ സിലിണ്ടർ ആയിരിക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. Spokes connect this cylinder to a pin located on the axis of the cylinder. സ്പോക്ക് വഴിയാണ് ഈ സിലിണ്ടർ പിന്നിന് കണക്ട് ചെയ്തേക്കുന്നത്. As the cylinder oscillates about the bridge, the pin makes 1 rotation per cycle. അപ്പോൾ ഈ സിലിണ്ടർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ, ബ്രിഡ്ജിൽ കൂടെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പിൻ എന്ത് ചെയ്യും, 1 റൊട്ടേഷൻ പെർ സൈക്കിളായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യും. This rotation is transmitted to the gear train and registers either directly or magnetically through a diaphragm. ഈ റൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഗിയർ ട്രെയിൻ വഴിയോ കൗണ്ടറിലോട്ട് കണക്ട് ചെയ്യും. As the flow meter entraps a fixed quantity of liquid each time the meter is rotated, the rate of flow is proportional to the rotational velocity of the piston. അപ്പോൾ ഓരോ ടൈമും എന്താണ് ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും ഈ മീറ്റർ കടത്തി വിടുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്, കണ്ടോ. ഒരു ഇൻലെറ്റ് വാൾവും ഔട്ട്ലെറ്റ് പോർട്ടും ഉണ്ടായിരിക്കും, അതിന് ഡിവൈഡ് ചെയ്തുകൊണ്ടൊരു ബ്രിഡ്ജ് കണ്ടോ. ആ ബ്രിഡ്ജിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്തുള്ളത്, ആ ഒരു സിലിണ്ടർ ഉള്ളത്, സ്ലോട്ടഡ് സിലിണ്ടർ ഉള്ളത്. ആ പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3, പൊസിഷൻ 4 ആകുമ്പോൾ ആ സിലിണ്ടറിൻ്റെ റൊട്ടേഷൻ പോണാണ്ട, ഓസിലേഷൻ പോണാണ്ട. അപ്പോൾ ഇത് സ്പീഡിന് നടക്കുന്ന പ്രോസസ്സാണ്. പൊസിഷൻ 1 വേഗം പൊസിഷൻ 1 ആകുമ്പോൾ ഇൻലെറ്റിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കും. പൊസിഷൻ 2 ആകുമ്പോൾ വെള്ളം ഇവിടം വരെ വരും. പൊസിഷൻ 3 ആകുമ്പോൾ വെള്ളം ലെഫ്റ്റിലോട്ട് വന്നേക്കും. പൊസിഷൻ 4 ആകുമ്പോൾ എന്ത് ചെയ്യും, പൊസിഷൻ 4 ആവുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ആ വന്ന വെള്ളം പുറത്തേക്ക് എക്സിറ്റായി കഴിയും. വീണ്ടും ഇതേ പ്രോസസ്സ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതിൻ്റെ കുറച്ചുകൂടെ എലാബറേറ്റഡ് എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തേക്കുന്നത്, വായിച്ച് നോക്കുക.
അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി, ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് മനസ്സിലായല്ലേ? എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പേരെന്ന് തന്നെ അറിയാം. വരുന്ന ഫ്ലൂയിഡിനെ സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ഡിവൈസാണ് പ്രൂവേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിൽ നമ്മൾ പറഞ്ഞ് അതിന് മിനിമം ഒരു മൂവിങ് പാർട്ടെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, ഒന്നിൽ കൂടുതലോ. അപ്പോൾ ഈ ഒരു മൂവിങ് പാർട്ട് അങ്ങനെയുള്ള മീറ്റേഴ്സിൻ്റെ കേസിൽ മൂവിങ് പാർട്ടും കാണും, സ്റ്റേഷനറി പാർട്ടും കാണും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇവർ തമ്മിൽ റബ്ബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൂവിങ്ങും സ്റ്റേഷനറിയും കൂടെ തമ്മിൽ റബ്ബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കും? ഈ ടിയർ ആൻഡ് വിയർ എന്ത് ചെയ്യും? കൂടും. ഉപയോഗിക്കും തോറും ആ ഒരു ഡിവൈസിൻ്റെ ആ ഒരു ആക്യുറസി അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എറേഴ്സ് റിസൾട്ട് ചെയ്യും. അപ്പോൾ അന്നേരം ആ കേസിൽ എന്ത് ചെയ്യും? നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പീരിയോഡിക് റീകാലിബ്രേഷൻ എന്ന് പറയും അങ്ങനെയുള്ള ഡിവൈസസൊക്കെ. അപ്പോൾ ഈ റീകാലിബ്രേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലോ മീറ്ററിനെ പൈപ്പ് ലൈനിൽ തന്നെ റിമൂവ് ചെയ്തിട്ട് ഒരു കാലിബ്രേഷൻ ലബോറട്ടറിയിലോട്ട് സെൻഡ് ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്ലോ മീറ്റർ ആ പൈപ്പ് ലൈനിൽ തന്നെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻലൈനായിട്ട് റീകാലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത് ചെയ്യുന്ന ഈ പറഞ്ഞ പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? പ്രൂവേഴ്സ് ചെയ്യുന്നത്. അതായത് ഇൻലൈനായിട്ട് തന്നെ റീകാലിബ്രേറ്റ് ചെയ്യും ഡിവൈസിന്. സോ ദ ഫ്ലോ പ്രൂവേഴ്സ് അലോസ് ഫോർ ഇൻലൈൻ റീകാലിബ്രേഷൻ വിത്തൗട്ട് ദ ഇൻ്ററപ്ഷൻ ഓഫ് പ്രോസസ് ഫ്ലോ. ഫ്ലോയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ ഇൻലൈനിലൂടെ തന്നെ എന്ത് ചെയ്യും? ഡിവൈസിനെ റീകാലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി പ്രൂവേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കണമെന്നില്ല. വേണമെങ്കിൽ ചോദിക്കാൻ എയിം എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇൻലൈൻ റീകാലിബ്രേഷൻ എന്ന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഓർത്തെടുത്തോണം അത് ഏത് ഡിവൈസാണ്? പ്രൂവേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്രൂവേഴ്സിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മൂത്ത് വാൾഡ് പ്രീ-കാലിബ്രേറ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേംബർ ആൻഡ് എ ബാരിയർ പിസ്റ്റൺ വിത്തിൻ ഇറ്റ്. അപ്പോൾ ഇത് കൺസിസ്റ്റ് ചെയ്ത് എന്താണ്? ഒരു സ്മൂത്ത് വാൾ കാണും, അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രീ-കാലിബ്രേറ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചേംബർ ആയിരിക്കും, ഒരു പിസ്റ്റണും അതിൻ്റെ കൂടെ കാണും. യൂഷ്വലി എ ഫോൾ ഓവർ റോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബാക്ക് സൈഡ് ഓഫ് ദ പിസ്റ്റൺ വിച്ച് ഈസ് കണക്റ്റഡ് ടു പൊസിഷൻ സെൻസർ. ഈ പിസ്റ്റൻ്റെ ബാക്കിലായിട്ടൊരു ഫോൾ ഓവർ റോഡ് കാണും. ആ റോഡ് എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? പൊസിഷൻ സെൻസേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം, ആ ഡിസ്പ്ലേസർ എന്ന് എഴുതിയിരിക്കുന്നതാണ് ആക്ച്വലി പിസ്റ്റൺ. പിന്നെ ഫസ്റ്റ് ഡിറ്റക്ടറും ഉണ്ട്, സെക്കൻഡ് ഡിറ്റക്ടറും ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഡിറ്റക്ടറിൽ നിന്ന് സെക്കൻഡ് ഡിറ്റക്ടർ വരെയുള്ള ആ ഒരു സ്പേസ്, ആ ഒരു വോളിയമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാലിബ്രേറ്റഡ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ കാലിബ്രേറ്റഡ് ഫ്ലോ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ വോളിയം ഓഫ് ദ പ്രൂവർ വിത്ത് ദ ടൈം ഇറ്റ് ടേക്സ് ടു ഡിസ്പ്ലേസ് ഇറ്റ്സ് വോളിയം. ഈ കാലിബ്രേറ്റഡ് വോളിയം ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ഇത് ഈ ഫസ്റ്റ് നിന്ന് സെക്കൻഡിലോട്ട് ഈ ഫ്ലോയിനെ എക്സിറ്റ് ചെയ്യാൻ എടുത്തത്, അതുകൊണ്ട് അതെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. വോളിയം ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാലിബ്രേറ്റഡ് ഫ്ലോ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ ഫ്ലോ റേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ കാലിബ്രേറ്റഡ് ഫ്ലോ റേറ്റ് എന്ത് ചെയ്യും? നമ്മൾ ആക്ച്വൽ ഫ്ലോ മീറ്ററിൻ്റെ റീഡിംഗ് ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ യഥാർത്ഥ ഫ്ലോ മീറ്ററിൻ്റെ റീഡിങ് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഡിവൈസ് കറക്റ്റ് അല്ല എന്ന് വെച്ചാൽ ആ ഡിവൈസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കത് റീകാലിബ്രേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. So in these units, piston is constructed so that it will not disrupt the flow in the line. അപ്പോൾ ഈ ഫ്ലോയെ ഒരിക്കലും ഈ പിസ്റ്റൺ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. So the prover can be permanently installed in a operating pipeline upstream or downstream of the flow meter being calibrated. The poppet valve within the piston allows for the piston to be withdrawn to the start position after a calibration run
വൈൽ ദ പ്രോസസ് ഫ്ലോ കണ്ടിന്യൂസ് അൺഡിസ്റ്റർബ്ഡ്. അപ്പോൾ ഈ പിസ്റ്റൺ അസംബ്ലിയുടെ കൂടെ തന്നെ ഒരു പോപ്പറ്റ് വാൾവ് ഉണ്ടായിരിക്കും. അതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പിസ്റ്റൺ താഴോട്ട് പോകുമല്ലോ, താഴോട്ട് പോയി അത് കാലിബ്രേഷൻ നടത്തി കഴിഞ്ഞിട്ട് തിരിച്ച് ഈ പിസ്റ്റൺ ആ ഇനിഷ്യൽ പൊസിഷനിലോട്ട് വരണമല്ലോ. അപ്പോൾ അത് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോപ്പറ്റ് വാൾവ് കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു കാലിബ്രേഷൻ റൺ കഴിയുമ്പോൾ അത് തിരിച്ചെന്ത് ചെയ്യും, ഈ പിസ്റ്റൺ തിരിച്ച് സ്റ്റാർട്ട് പൊസിഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ പ്രോസസ് ഫ്ലോ. ഇതാണ് ബേസിക്കലി പ്രൂവേഴ്സിൻ്റെ ഒരു ഫങ്ഷൻ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇൻലൈൻ റീകാലിബ്രേഷൻ നടക്കുന്നത്, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാക്കി, ഏതായിരിക്കും മൂവ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാലിബ്രേറ്റഡ് ഫ്ലോ റേറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ.